Good morning, dear traders. Welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ pre-market analysis പറയുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ pre-market analysisന്റെ ഒരു റിവ്യൂ നോക്കാം. അതിനുശേഷം ഇന്നത്തെ നമ്മുടെ കറൻസി ബേസിന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും നമുക്ക് പറയാം. വെള്ളിയാഴ്ച ദിവസം നമ്മൾ യൂറോസിറ്റിയിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നതുകൊണ്ടായിരുന്നു നമ്മളൊരു ബുള്ളിഷ് ട്രെൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. പക്ഷെ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി, വേറെ ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ നോക്കാൻ പാടില്ലായിരുന്നു. ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്നൊരു സ്വീപ്പാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ സ്വീപ്പിൻ്റെ റിസൾട്ടായിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ഡൗൺ ആയിട്ടുണ്ട്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തതായിട്ട് നമ്മൾ യൂറോസിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരട്ടെ. ഒരു 1 hour or 4 hour ടൈമിലൊക്കെ സ്ട്രക്ചർ ഷിഫ്റ്റ്, ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു റേഞ്ച് വരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ബൈസ് നമുക്ക് നോക്കാവുന്നതാണ്. സോ ഞാൻ യൂറോസിറ്റിയിൽ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇന്നൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബൈസ് ആയിരിക്കും ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ബട്ട് സെൽസ് ആണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് സെല്ലാണ് ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1.10700 ഈ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും ഞാൻ ഷോർട്ട് സെല്ല്, ഇവിടെ സെല്ലേഴ്സ് സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് സെല്ല് യൂറോസിറ്റിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ യൂറോസിറ്റിയിലുള്ള പേഴ്സണൽ വ്യൂ. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ പോലും, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ പോലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെല്ലർ സ്റ്റെപ്പിന് ആവാം. അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യം ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിസിഷൻ ഇതുവരെ യൂറോസിറ്റി നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഡോളറിൽ നോക്കാം. ഡോളറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂട്രൽ വ്യൂ ആണ് പറഞ്ഞു വെച്ചത്. ബട്ട് എന്നാലും നമ്മൾ പറഞ്ഞു വെച്ചൊരു ബെയറിഷ് വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഈ ഒരു ബെയറിഷ് ഹോബിയിൽ വന്ന് നിൽക്കുന്ന കാരണമാണ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ബെയറിഷ് ഹോബി വാലിഡേറ്റ് ആയിട്ടില്ല. ഡോളർ വീണ്ടും കണ്ടിന്യൂസ്ലി ബൈ നടന്ന പൊക്കത്തേക്ക് കയറി. നമുക്കിനി ഇന്ന് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഡോളറിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഡോളർ ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്യും എന്ന് തന്നെയാണ്. അതായത് ഈ കാണുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ഒബിയുടെ ഹൈ വരുന്ന മണിക്കൂറുകളിൽ സ്വീപ്പ് ചെയ്യും. അതായത് എനിക്ക് തോന്നുന്നു അപ്പോൾ യൂറോസിറ്റിയിൽ മിക്കവാറും നമുക്ക് ഷോർട്ട് സെൽസ് ആയിരിക്കും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പേഴ്സണലി എൻ്റെ ട്രേഡ് പ്ലാൻ അങ്ങനെ ആയിരിക്കും. സോ ഐ ആം ബെയറിഷ് ഓൺ യൂറോസിറ്റി ആൻഡ് ബുള്ളിഷ് ഓൺ US ഡോളർ. ഫൈനലി ഗോൾഡിൽ നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. ഗോൾഡിൽ ഞാൻ പേഴ്സണലി ബുള്ളിഷ് വ്യൂ ആയിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു ബൈ ട്രേഡ് ഇവൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്നായിരുന്നു, ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഞാൻ ബൈസ് വെള്ളിയാഴ്ച ദിവസം വരും എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. നമുക്ക് ബൈസ് കിട്ടിയായിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ബൈ എടുത്തായിരുന്നു. ഞാനിവിടെ വെച്ച് പാർഷ്യലും ചെയ്തായിരുന്നു. എൻ്റെ ഫുൾ TP ഇതായിരുന്നു, ഓൾ ടൈം ഹൈ ആയിരുന്നു എൻ്റെ ഫുൾ TP. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞാൻ പാർഷ്യൽ ചെയ്ത എക്സാക്ട്ലി ആ ഏരിയ തന്നെയാണ് വീണ്ടും മാർക്കറ്റ് ഡൗൺ ആയി എൻ്റെ ബ്രേക്ക് ഈവൻ അടിച്ചത്. സോ ഗോൾഡിലെ വ്യൂ പാർഷ്യലി കറക്റ്റ് ആയിരുന്നു. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം സെല്ലേഴ്സ് കിക്കിനായിട്ടുണ്ട് ഗോൾഡിൽ. സോ ഗോൾഡിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബുള്ളിഷ് FEG ഉണ്ട് ഇവിടെ, മനസ്സിലായി. ഈ ഒരു ബുള്ളിഷ് FEGയിലേക്ക് ഉള്ള ജേണി തന്നെ ആയിരിക്കും. കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ബട്ട് മാർക്കറ്റ് വേണ്ടോളം കൺഫർമേഷൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആവശ്യത്തിന് കൺഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ ആം ബെയറിഷ് ഓൺ ഗോൾഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ 3 കറൻസി പേഴ്സിലെ വ്യൂ. സോ ട്രേഡ് അക്കോർഡിംഗ് ടു ദാറ്റ്, ട്രെൻഡ് മനസ്സിലാക്കി, ബയാസ് മനസ്സിലാക്കി, അതിനനുസരിച്ച് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് സെപ്റ്റംബർ 2 ആണ്, സെപ്റ്റംബർ മാസത്തിലെ ഫസ്റ്റ് ദിവസമാണെന്ന്. പിന്നെ ബിഫോർ ദാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരുടെ സമ്മർ വെക്കേഷൻ, സമ്മർ ഹോളിഡേയ്സ് അവസാനിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്ന മാസമാണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയിരിക്കും ഫോറക്സ് മാർക്കറ്റിന് ഏറ്റവും നല്ല ട്രേഡിങ് കിട്ടുന്നത് മാസങ്ങൾ. സോ അതിനനുസരിച്ച് തന്നെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു 3 മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നല്ല പാർട്ടിസിപ്പേഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. മാർക്കറ്റ് അത്യാവശ്യം നല്ല ട്രെൻഡി ആയിരിക്കും. നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇന്ന് സെപ്റ്റംബർ 2 ഇന്ന് USD ബാങ്ക് ഹോളിഡേ ആണ്. അപ്പോൾ US ഡോളറിൽ ഇന്ന് ട്രേഡ് ചെയ്യണതിൽ ലോജിക്കില്ല. US ഡോളർ അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ US ഡോളർ പേഴ്സാണ്. ബട്ട് ഞാൻ എന്നാലും ഇന്നത്തെ ദിവസം കാര്യമായിട്ട് ട്രേഡുകളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇൻ കേസ് എൻ്റെ സെറ്റപ്പ് വർക്കൗട്ട് ആവണമെങ്കിലും ഞാനൊരു 0.25% ഞാൻ റിസ്ക് ചെയ്യുള്ളൂ. ഈവൻ 0.5% ഞാൻ റിസ്ക് ചെയ്യില്ല. കാരണം ഇന്ന് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ മൺഡേ ലണ്ടൻ സെഷൻ ഞാൻ പറയാറുള്ളതാണല്ലോ, കമ്പാരിറ്റീവ്ലി വളരെ ശോകമായിട്ടുള്ള, ആഴ്ചയിൽ തന്നെ ഏറ്റവും ശോകം സെഷൻസിൽ ഒന്നായിരിക്കും മൺഡേയുടെ ലണ്ടൻ. സോ ഇന്നത്തെ ദിവസം കാര്യമായിട്ട് ട്രേഡുകളൊന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട. ബട്ട് എന്നാലും സെറ്റപ്പ് പ്ലേ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 0.25% ആയിരിക്കും എൻ്റെ പേഴ്സണൽ റിസ്ക് വരിക.
പിന്നെ ICT-യിൽ മലയാളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ കറൻറ്റ് ടിപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ICT മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലേണിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13 എപ്പിസോഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഡെഫിനറ്റ്ലി നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും സോൺ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് ടിപ്സിൻ്റെ ടെലിഗ്രാം ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ യൂട്യൂബിൻ്റെ ബയോ ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മുടെ പബ്ലിക്കിനുള്ള ഫ്രീ ടെലിഗ്രാം ചാനൽ അതിൻ്റെ അകത്തുണ്ട്. So that is for today. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസി ബിപ്സ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി ബിപ്സ്.